ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഈ ക്ലാസ്സിൽ നമുക്കിനി കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീലിസം, പ്ലിയോട്രോപ്പി, ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇതെല്ലാം പഠിക്കാം. കോഡോമിനൻസ്, കോ എന്ന് വെച്ചാൽ ഒന്നിച്ച്, ടുഗെദർ അല്ലേ. ഡോമിനൻസ് എന്ന് പറഞ്ഞാലോ, ദേ ആർ എക്സ്പ്രസിങ് themselves when there is a recessive together. ഇപ്പോൾ two dominant factors or alleles existing together produce both their phenotypes. എന്താ മനസ്സിലായത്? അതായത് രണ്ട് അലീൽസ് അല്ലെങ്കിൽ രണ്ട് ഫാക്ടേഴ്സ് ഒരുമിച്ചുള്ളപ്പോൾ എങ്ങനത്തെ ഫാക്ടേഴ്സാണ് ഒന്നിച്ചുള്ളത്? ഡോമിനൻറ്റ് ഫാക്ടേഴ്സ്. ഇപ്പോൾ രണ്ട് dominant alleles, when they are together, they both produce a phenotype separately. മനസ്സിലായോ? അതായത് രണ്ട് അലീൽസ്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയണ ഒരു അലീൽ എ ആണെങ്കിൽ ഒരു അലീൽ ബി ആണെങ്കിൽ അവരുടെ ക്യാരക്ടർ എന്താണോ എയും ബിയും സെപ്പറേറ്റ് ആയിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആസ് ബോത്ത് അലീൽസ് ആർ ഈക്വലി ഡോമിനൻറ്റ്. അപ്പോൾ എയും ഡോമിനൻ്റ് ആണ്, ബിയും ഡോമിനൻ്റ് ആണ്. ഇപ്പോൾ രണ്ട് അലീൽസും ഡോമിനൻ്റായ സ്ഥിതിക്ക് രണ്ടുപേരും സെപ്പറേറ്റായി അവരുടെ ഫീനോടൈപ്സ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ റെസസീവ് അലീൽ ഇല്ല. അപ്പോൾ എ എന്ത് ഫീനോടൈപ്പാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് എക്സ്പ്രസ് ചെയ്യും, ബി എന്ത് ക്യാരക്ടറാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് എക്സ്പ്രസ് ചെയ്യും. അങ്ങനെ രണ്ട് ഡോമിനൻറ്റ് ഫാക്ടേഴ്സും ഒന്നിച്ചു വരികയാണെങ്കിൽ they both produce their phenotypes as both alleles are equally dominant. This phenomenon is called codominance. രണ്ട് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അലീൽസ്, രണ്ട് ഡോമിനൻ്റ് ഫാക്ടേഴ്സ് ഒന്നിച്ചു വരുമ്പോൾ when they are existing together, they both produce their phenotypes. രണ്ട് അലീൽസും അവരവരുടെ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യുന്നു. ആസ് ബോത്ത് അലീൽസ് ആർ ഈക്വലി ഡോമിനൻറ്റ്. രണ്ട് അലീൽസും ഒരേപോലെ ഡോമിനൻ്റ് ആയ കാരണം അവരുടെ ക്യാരക്ടർ ഈക്വലി എക്സ്പ്രസ് ചെയ്യുന്നു. ദ എക്സ്പ്രസ് അറ്റ് ദ സെയിം ടൈം. ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് കോഡോമിനൻസ്. ദ F1 offspring resembles both the parents. അതായത് നമ്മൾ ക്രോസ് നോക്കുമ്പോൾ സാധാരണ ഒരു മെൻഡലിയൻ പാറ്റേൺ ഫോളോ ചെയ്യുമ്പോൾ ഒരു ഡോമിനൻറ്റും ഒരു റെസസീവ് ഉണ്ടാവും. ഇപ്പോൾ F1 കിട്ടുമ്പോൾ ഡോമിനൻ്റ് ക്യാരക്ടർ മാത്രമാണ് എക്സ്പ്രസ് ചെയ്യുക. അത് മെൻഡലിയൻ പാറ്റേൺ, ടിപ്പിക്കൽ മെൻഡലിയൻ പാറ്റേൺ. അപ്പോൾ ഈ കോഡോമിനൻസ് എന്ന് മെൻഡലിയൻ പാറ്റേൺ ഫോളോ ചെയ്യാത്തതാണ്. കാരണം ഈ രണ്ട് അലീൽസും ഡോമിനൻ്റ് റെസസീവ് റിലേഷൻഷിപ്പ് കാണിക്കുന്നില്ല. സോ F1 എന്താവും? രണ്ട് പാരൻസിൻ്റെയും ക്യാരക്ടർ ഫീനോടൈപ്പ് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യും. ദ F1 offspring resembles both the parents. In the heterozygote, both alleles are equally, fully, simultaneously expressed. മനസ്സിലായോ? അപ്പോൾ ഒരു F1 എന്ന് പറയുന്നത് ഒരു ഹെറ്ററോസൈഗോട്ടാണ്. അതായത് ഒരു ഡോമിനൻ്റ് അലീലും ഒരു റെസസീവ് അലീലും ഉണ്ടാവും. ഇവിടെ റെസസീവ് എന്നുള്ളൊരു കണ്ടീഷൻ ഇല്ല. രണ്ട് അലീലിസും ഒന്നിച്ച് വരുമ്പോൾ ദേ ബോത്ത് ആർ ഡോമിനൻറ്റ്. ഇപ്പോൾ രണ്ടുപേരും കംപ്ലീറ്റ് ആയിട്ടും ഫുള്ളായിട്ടും ഒരേപോലെ ഒരേ സമയത്ത് അവരുടെ ഫീനോടൈപ്പ് എക്സ്പ്രസ് ചെയ്യുന്നു. എക്സാമ്പിൾ പറയുന്നത് AB ബ്ലഡ് ഗ്രൂപ്പ് ഇൻ മാൻ. അപ്പോൾ നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്. O ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട് അല്ലേ. ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിൽ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് ഉള്ളത്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഈസ് കൺട്രോൾഡ് ബൈ ദ ജീൻ I. ഇപ്പോൾ ജീൻ I ആണ് ഹ്യൂമൻ ബീങ്സിലെ ബ്ലഡ് ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യണത്. അതായത് ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഡിഫറൻസിയേഷൻസ് ഉണ്ടല്ലോ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് I, വിച്ച് ഹാസ് 3 അലീൽസ്. 3 ഡിഫറെൻറ്റ് അലീൽസ് ആണ് ജീൻ ഐനുള്ളത്. ഇപ്പോൾ ഏതൊക്കെയാണ്? IA, IB ആൻഡ് സ്മോൾ I. കണ്ടോ?
ഇപ്പോൾ മൾട്ടിപ്പിൾ 2 അലീൽസ് അല്ല 3 അലീൽസാണ് കാണുന്നത് കണ്ടോ. ഒരു മെൻഡലിയൻ പാറ്റേണിൽ 2 അലീൽസേ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ജീനിന്. പക്ഷേ ഇവിടെ നോക്കൂ, ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിങ്ങിൽ, ദാറ്റ് ഈസ് ABO ബ്ലഡ് ഗ്രൂപ്പിങ്ങിൽ ജീൻ ഐന് 3 ഡിഫറെൻറ്റ് അലീൽസാണുള്ളത്. IA, IB ആൻഡ് സ്മോൾ I. അപ്പോൾ ഈ ഒരു എക്സിസ്റ്റൻസ് ഓഫ് മോർ ദാൻ 2 ടൈപ്സ് ഓഫ് അലീൽസ്, ഈ ഒരു ഫിനോമിനെ പറയുന്നതാണ് മൾട്ടിപ്പിൾ അലീൽസ്. അതായത് ഒരു ജീനിന് 2ൽ കൂടുതൽ വ്യത്യസ്ത അലീൽസ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് മൾട്ടിപ്പിൾ അലീലിസം. ദാറ്റ് ഈസ് ഇഫ് എ ജീൻ ഹാസ് മോർ ദാൻ 2 types of alleles. That phenomenon is called multiple allelism. And the alleles are called multiple alleles. അതായത് 2ൽ കൂടുതൽ വ്യതിയാനങ്ങൾ കാണുന്നുണ്ട്. സോ നോക്കാം, IA and IB are dominant alleles while small I is recessive to both. അപ്പോൾ നോക്കുക, IAയും IBയും ഡോമിനൻ്റ് അലീൽസ് ആണ്. സ്മോൾ I recessive ആണ്. IA produces antigen A and IB produces antigen B on the plasma membrane, that is the surface membrane of RBC. അപ്പോൾ RBC, റെഡ് ബ്ലഡ് സെൽ ഓർ റെഡ് ബ്ലഡ് കോർപ്പസ് സെൽ അല്ലേ, ഹീമോഗ്ലോബിൻ കൊണ്ട് നടക്കുന്ന സെല്ല്, നമ്മളെ ബ്ലഡ് സെൽസ്. ഈ RBCയുടെ അറിയാലോ, RBC ഒരു ആനിമൽ സെല്ലാണ്. അപ്പോൾ ഇറ്റ് ഹാസ് എ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറത്ത് ഈ ജീൻ ഒരു ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആൻറ്റിജൻ ഈ RBCയുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറത്താണ് കാണുക. സോ IA പ്രൊഡ്യൂസസ് ആൻറ്റിജൻ A and IB പ്രൊഡ്യൂസസ് ആൻറ്റിജൻ B. പക്ഷേ സ്മോൾ I റെസസീവ് ആയ കാരണം അത് ആൻറ്റിജൻസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ A ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആൻറ്റിജൻ A ഉണ്ടാവും. B ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആൻറ്റിജൻ B ആണ് RBC സർഫസിൽ കാണാം. അപ്പോൾ ഇതിൻ്റെ ബേസിൽ ഒരു ടേബിൾ ഉണ്ട്, അത് വ്യക്തമായിട്ട് പഠിക്കുക. ആ ടേബിളാണ് എക്സാമിന് സാധാരണ പ്രസൻറ്റ് ചെയ്യാൻ ചോദിക്കാറുള്ളത്. When IA and IB are present together in the same individual, both antigens A and B are produced. ഇതാണ് കോഡോമിനൻസ്. കണ്ടോ, അതായത് ഒരു ഇൻഡിവിജ്വലിൽ I ജീനിന് IAയും IBയും എന്ന 2 അലീൽസ് ഉണ്ടെങ്കിൽ when they are present together 2 ആൻറ്റിജൻസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് AB ബ്ലഡ് ഗ്രൂപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് when IA and IB are present together in the same individual, both antigens A and B are produced. അപ്പോഴാണ് ഏത് ബ്ലഡ് ഗ്രൂപ്പ് പ്രൊഡ്യൂസ് ചെയ്യുക? AB ബ്ലഡ് ഗ്രൂപ്പ്. ദിസ് ഈസ് കോഡോമിനൻസ്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ അലീലിസം, അത് ഈ കോഡോമിനൻസായി ബന്ധപ്പെട്ട് തന്നെയാണ്. It is the existence of more than 2 different alleles. Multiple alleles can be found only when population studies are made. ഒരു പോപ്പുലേഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ that is more than 100 or thousands or 10,000 അത്രയും ഇൻഡിവിജ്വൽസിനെ സ്റ്റഡി ചെയ്തിട്ടാണ് ഈ മൾട്ടിപ്പിൾ അലീലിസം എന്നുള്ളൊരു ഫിനോമിനൻ തന്നെ കണ്ടുപിടിച്ചത്. In an individual, only 2 alleles can be present. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിൽ തീർച്ചയായിട്ടും 2 അലീൽസ് മാത്രമേ ഒരു ജീനിന് കാണാൻ പാടുള്ളൂ. All genes have 2 alleles, one dominant and the other recessive, producing 2 phenotypes in a population according to the law of dominance. അപ്പോൾ മനസ്സിലായപ്പോൾ ലോ ഓഫ് ഡോമിനൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു. ലോ ഓഫ് ഡോമിനൻസ് അതായത് ഒരു ജീൻ ഉണ്ടെങ്കിൽ ആ ജീന് 2 അലീൽസ് ഉണ്ടാവും, which again express different phenotypes, and one allele is dominant, the other one is recessive. Okay, അപ്പോൾ ഒരു പോപ്പുലേഷനിൽ ഒരു ജീനിന് 2 അലീൽസ് ഉണ്ടാകുന്നു, ഒരു ഡോമിനൻറ്റും ഒന്ന് റെസസീവും, 2 ഫീനോടൈപ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദിസ് ഈസ് ലോ ഓഫ് ഡോമിനൻസ്. പക്ഷേ ഒരു പോപ്പുലേഷനിൽ
രണ്ടിൽ കൂടുതൽ അലീൽസ് കാണുകയാണെങ്കിൽ, that is, some genes may have more than 2 alleles in a population. This phenomenon is called multiple allelism. So, a single gene produces more than 2 phenotypes. അപ്പോൾ ഒരു ജീനിന് രണ്ടിൽ കൂടുതൽ ഫീനോടൈപ്സ് എക്സ്പ്രസ് ചെയ്യാം. ആൻഡ് അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് ABO ബ്ലഡ് ഗ്രൂപ്പ് അലീൽസ്. These phenotypes are the alternate characters of the same trait. അതായത് ഒരു ക്യാരക്ടർ രണ്ട് ഓൾട്ടർനേറ്റ് ഫോംസ് ആണ്. അപ്പോൾ ABO ബ്ലഡ് ഗ്രൂപ്പിൽ 3 ഓൾട്ടർനേറ്റ് ഫോംസ് ആണ് കാണുക. ദിസ് ഇസ് മൾട്ടിപ്പിൾ അലീലിസം. അപ്പോൾ നോക്കുക, ഈ ടേബിളാണ് എക്സാമിന് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതുപോലെ 4 ടേബിൾസ് ഉണ്ടാവും. ഫസ്റ്റ് കോളം allele from parent 1, father or mother. Again, second column allele from parent 2, again father or mother. Genotype of offspring, അതായത് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഏത് അലീൽസ് ആണ് കാണുന്നത്. ദെൻ ബ്ലഡ് ടൈപ്സ് ഓഫ് ഓഫ് സ്പ്രിങ്, ദാറ്റ് ഈസ് ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് കാണുന്നത്. അപ്പോൾ നോക്കുക, 6 റോസ് ആണുള്ളത് ആൻഡ് 4 കോളംസ്. അപ്പോൾ നോക്കാം, IA ഫ്രം പാരൻറ്റ് 1, IA ഫ്രം പാരൻറ്റ് 2. അപ്പോൾ ഓഫ് സ്പ്രിങ്ങിൽ വന്നത് IA, 2 IA. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് എന്ത് വന്നു? A. Second row, IA from father, IB from mother. So the offspring has IA, IB genetic constitution or the alleles. So the blood group is AB of the baby. Then third one, IA from the father, small I from the mother. So the baby has both the alleles IA and small I. So the baby has blood group A. Fourth one, IB from the mother, from the father or mother, from the father, IA from the mother. The offspring has alleles IA and IB. So the blood group is AB of the baby. Again, the fifth one, IB from the father, IB from the mother. The offspring has the genotype IB, IB. And thus the baby has blood group B. The sixth one, IB from the father, small I from the mother. The offspring has the genotype IB, small I. And so the blood group is B. The last one, അച്ഛനും അമ്മയ്ക്കും സ്മോൾ ഐ അലീൽസ് ആണുള്ളത്. അതുകൊണ്ട് കുഞ്ഞിനും 2 സ്മോൾ ഐ ഒന്നിച്ചു വന്നു. ആൻഡ് സോ ബ്ലഡ് ഗ്രൂപ്പ് വന്നത് O. അപ്പം ഇതാണ് എക്സാമിന് മെയിനായിട്ട് പഠിക്കേണ്ടത്. കോഡോമിനൻസിൻ്റെ എക്സാമ്പിളായിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറും ഉണ്ട്. താങ്ക് യു.